വത്തിക്കാൻ നയതന്ത്രജ്ഞരെ വാർത്തെടുക്കുന്ന കേന്ദ്രമായ പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമി പരിഷ്കരിച്ച് കാതലായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാൻ നയതന്ത്ര പരിശീലന കേന്ദ്രമായ പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമി പാപ്പ നയതന്ത്ര വിജ്ഞാനീയ ഉന്നത പഠന സ്ഥാപനം അഥവാ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിപ്ലോമാറ്റിക് സയൻസസ് ആയി ഉയർത്തി. പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയുടെ ഘടന കാലോചിതമാക്കുകയും പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്ത് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ തീരുമാനങ്ങൾ അറിയിച്ചത്. 1701 മുതൽ വത്തിക്കാൻ നയതന്ത്രജ്ഞരെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമി. ഈ ഉന്നത പഠന സ്ഥാപനമാണ് കാലോചിതമായി നവീകരിക്കുന്നത്. നയതന്ത്ര വിജ്ഞാനീയ വിഷയങ്ങളിലുള്ള പരിശീലനത്തിന് ഏറ്റവും നൂതനമായ രീതിയിൽ ഗവേഷണ പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന സ്ഥാപനം പരിശുദ്ധ സിംഹാസനത്തിന്റെ പേരിൽ നയതന്ത്ര വിജ്ഞാനീയ ബിരുദങ്ങൾ നൽകും. നിയമം, ചരിത്രം, രാഷ്ട്രീയം, സാമ്പത്തികം എന്നീ വിഷയങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതും പഠനമേഖലയിൽ പ്രാധാന്യമുള്ളതുമായ ഭാഷകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നും പാപ്പ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. നവീകരിച്ച പാഠ്യപദ്ധതിയിൽ സഭാവിഷയങ്ങൾ, റോമൻ കൂരിയയുടെ നടപടിക്രമങ്ങൾ, പ്രാദേശിക സഭകളുടെ ആവശ്യങ്ങൾ എന്നിവ കൂടാതെ കൂടുതലായി സുവിശേഷവൽക്കരണ പ്രവർത്തനം, സഭാപ്രവർത്തനം എന്നിവയ്ക്ക് സംസ്കാരവും മാനവ സമൂഹവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും പാപ്പ വ്യക്തമാക്കുന്നു. പാപ്പായുടെ സാമീപ്യം ജനങ്ങളിലേക്കും സഭകളിലേക്കും എത്തിക്കുന്നതിനുള്ള നിരന്തര യത്നത്തിൽ വിവിധ രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും അയക്കപ്പെട്ടിട്ടുള്ള പേപ്പൽ പ്രതിനിധികൾ കേന്ദ്രബിന്ദുവാണെന്ന് നയതന്ത്ര പരിശീലനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്ന രേഖയുടെ തുടക്കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നയതന്ത്ര പ്രതിനിധികൾക്ക് അവരുടെ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് സുദൃഢവും നിരന്തരവുമായ പരിശീലനം ലഭിക്കേണ്ടതുണ്ട്. സൈദ്ധാന്തിക പരിജ്ഞാനം നേടിയാൽ മാത്രം പോരാ, അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ആഴത്തിലുള്ള ചലനാത്മകത മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമീപനം വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്നും ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു.